ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു സമയം നിങ്ങളുടെ സോളിന് നിങ്ങളുടെ അടുത്ത് എന്താണ് പറയാനുള്ളത്, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് എന്താണ് സംവദിക്കാനുള്ളത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാൻ രണ്ടിവിടെ പൈൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷനോട് ചോദിച്ചതിന് ശേഷം 3 തവണ ശ്വാസം വലിച്ച് വിട്ടതിന് ശേഷം നിങ്ങൾക്ക് പൈൽ സെലക്ട് ചെയ്യാവുന്നതാണ്. ആദ്യമായി നമ്മൾ നോക്കാൻ പോകുന്ന ഫസ്റ്റ് പൈൽ, അതായത് ഒന്നാമത്തെ ഈ ഒരു പൈൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആയിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളിലോട്ട് തന്നെ കൂടുതൽ ഫോക്കസ് ആവുക. എന്താണോ നിങ്ങൾക്ക് ഈ ഒരു സമയം ആവശ്യം അതാണ് നിങ്ങളുടെ സോൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ ഗൈഡൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻസ് ഒക്കെ മനസ്സിലാക്കി നിങ്ങളുടെ സോള് നിങ്ങൾക്ക് വേണ്ടി തീരുമാനമെടുക്കുന്ന ഇതാ ഈ ഒരു പൈലാണ് ഫസ്റ്റ് പൈൽ. ഓക്കെ, ഈ ഒരു പൈൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിംഗാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് പൈൽ, നിങ്ങളുടെ സോള് നിങ്ങളുടെ അടുത്ത് എന്താണോ പറയാൻ ആഗ്രഹിക്കുന്നത് അതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. നിങ്ങളുടെ സോൾ നിങ്ങളുടെ അടുത്ത് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങളുടെ സോള് നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ മെയിൻലി നിങ്ങളുടെ സോൾ ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐ തിങ്ക് ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്നൊരു പൊസിഷൻ, നിങ്ങൾ നിൽക്കുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് കുറേ അധികം പ്രശ്നങ്ങൾ നിങ്ങൾ തരണം ചെയ്തുകൊണ്ടിരിക്കുന്നൊരു സിറ്റുവേഷനിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അത് റിലേഷൻ ആയാലും നിങ്ങളുടെ കരിയർ ആയാലും നിങ്ങളുടെ കയ്യിൽ ഒന്നും നിൽക്കുന്നില്ല. പൈസ പോലും നിങ്ങളുടെ കയ്യിൽ പിടിച്ചു നിർത്താൻ പറ്റാത്ത വിധം കാണാൻ പറ്റുന്നുണ്ട്. പൈസ നിങ്ങളുടെ കയ്യിൽ നിൽക്കുന്നില്ല എന്നുള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതേ കണക്ക് തന്നെ നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ നിങ്ങൾ നിൽക്കുന്നൊരു സ്ഥലത്ത് നിന്നും നിങ്ങൾ മാറിപ്പോവേണ്ട ഒരു ടൈം അതിക്രമിച്ചിരുന്നു. അല്ലെങ്കിൽ നിങ്ങൾ എവിടെയൊരു ട്രിപ്പിന് പോകുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സ്ഥലത്ത് നിൽക്കാൻ താല്പര്യമില്ല എന്നുള്ളൊരു കാര്യം ഭയങ്കരമായിട്ടും ഇവിടെ കാണിക്കുന്നു. നിങ്ങൾ കടിച്ച് പിടിച്ചാണ് നിൽക്കുന്നത്. നിങ്ങളവിടെ വേദനാജനകം മൂലം നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ട് കാണാൻ പറ്റും. എന്തൊക്കെയോ സിറ്റുവേഷൻസ് നിങ്ങൾ ഭയങ്കരമായിട്ടും തരണം ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ, നിങ്ങൾക്ക് തരണം ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിലോളം നിങ്ങളവിടെ നിൽക്കുന്നൊരു സിറ്റുവേഷനിലായിട്ടാണ് ഈ ഒരു ടൈം കാണാൻ പറ്റുന്നത്. കുറേ അധികം ആൾക്കാരുടെ സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്കവിടെ എന്താ പറയുക, ഐ തിങ്ക് ഒരു റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിൽ ആർക്കോ വേണ്ടി അല്ലെങ്കിൽ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. കാരണം ഇവർ ഉള്ളിലൊരു ഇഷ്ടമൊന്നുമില്ല, സത്യത്തിൽ ഉള്ളിൽ ഇഷ്ടമോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ പുറമേ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഇഷ്ടമുണ്ട് എന്നുള്ളത്. പുറമേ ഗിഫ്റ്റ് വാങ്ങി കൊടുക്കുന്നു, പുറമേ കാര്യങ്ങൾ ചെയ്യുന്നു, അത് ചെയ്തോടും ഇത് ചെയ്ത് കൊടുക്കുന്നു. പക്ഷേ ഉള്ളിലൊരു സോൾ കണക്ഷൻ ഇല്ലാത്ത കുറേ അധികം റിലേഷൻഷിപ്പ് എനിക്കിവിടെ കാണാം. ഉള്ളിൽ കുറേ അധികം ഈഗോയിസ്റ്റിക്, ഉള്ളിൽ കുറേ അധികം സംഭവങ്ങൾ വെച്ചിട്ട് പെരുമാറും. നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പിലാണ് നിങ്ങൾ പോകണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത റിലേഷൻഷിപ്പിലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളത് വിട്ട് കളയാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. അങ്ങനെ കടിച്ചു പിടിച്ച് എന്ത് സിറ്റുവേഷനിൽ നിങ്ങൾ നിൽക്കേണ്ട ആവശ്യമില്ല. അത് വീട്ടിലായാലും നാട്ടിലായാലും എവിടെയായാലും നിങ്ങൾ നിൽക്കേണ്ട ആവശ്യമില്ലെന്നാണ് പറയുന്നത്. കുറേ അധികം ആൾക്കാരുടെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് പറ്റാത്ത സിറ്റുവേഷനിൽ നിങ്ങൾ പിടിച്ച് നിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഒരിക്കലും നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെ നിന്നൊക്കെയോ ഭയങ്കരമായിട്ടും നിങ്ങളുടെ ഫാമിലി ഇഷ്യൂസ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്നൊക്കെ ഭയങ്കരമായിട്ടുള്ള വേദനാജനകമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. നിങ്ങൾക്ക് ഓരോ ദിവസവും അവിടെ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളാണ്. ഇഷ്ടംപോലെ സിറ്റുവേഷൻസ് നിങ്ങൾ തരണം ചെയ്ത് നിങ്ങൾ ഐ തിങ്ക് നിങ്ങളിപ്പോൾ വർക്ക് ചെയ്യുന്ന ഓഫീസിലുള്ള പ്രഷറായിരിക്കാം. നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ളൊരു പ്രഷർ നിങ്ങൾക്ക് ലഭിക്കുന്നു. നിങ്ങൾക്ക് അവിടെ നിന്ന് ഒളിച്ച് ഓടിയാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ഇറങ്ങി ഓടിയാൽ കൊള്ളാമെന്നുണ്ട്, അല്ലെങ്കിൽ അടുത്ത വേറൊരു സ്ഥലത്തോട്ട് നാട്ടിലോട്ട് പോയാൽ കൊള്ളാമെന്നുണ്ട് എന്ന് പറഞ്ഞ് നിൽക്കുന്നൊരു സിറ്റുവേഷനിലായിട്ട് കാണാൻ പറ്റും. കാരണം നിങ്ങൾക്ക് അവിടെ ഒരു വാല്യൂ ഇല്ല. നിങ്ങൾക്ക് ഈ പറയുന്ന അവിടെ ഒരു പ്രസൻസ്, നിങ്ങളുടെ പ്രസൻസ് അവിടെ അവർക്ക് വേണം എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ നിങ്ങളെ ഭരിക്കുവാനും നിങ്ങളുടെ മുന്നിൽ ആധിപത്യം സ്ഥാപിക്കാനും വേണ്ടി കുറേയധികം ആളുകൾ അവിടെ ഉള്ളതായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. കുറേയധികം ആൾക്കാരുടെ സിറ്റുവേഷനായിട്ടാണ് കാണാൻ പറ്റുന്നത്. കുറേ അധികം ആൾക്കാരുടെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഐ തിങ്ക് നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ ഒരു പവർ ഉണ്ട്. നിങ്ങളുടെ കയ്യിൽ സ്പിരിച്വാലിറ്റി പരമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ പുതിയ ന്യൂ ജേണി, ന്യൂ ലൈഫ്, പുതുതായിട്ട് സ്പിരിച്വാലിറ്റി കയറി ഈ ഒരു ടൈം കുറേയധികം ആൾക്കാർ സ്പിരിച്വാലിറ്റി കയറുന്ന ടൈമാണ്. അപ്പം ഈ ഒരു ടൈം സ്പിരിച്വാലിറ്റി കയറിയ വ്യക്തികളായിരിക്കാം. പക്ഷേ ഇവർക്ക് കുറേ എനർജി ലോസാണ്.
ഇവരെ ആർക്കൊക്കെ കളിപ്പിക്കാൻ പറ്റും, സുഖമായിട്ട് ആൾക്കാരെ കളിപ്പിച്ച് ഇവരെ കയ്യിൽ നിന്ന് എല്ലാം എടുത്തുകൊണ്ട് പോകാൻ പറ്റും. പണമായാലും ധനമായാലും പണമായാലും പ്രശസ്തി ആയാലും ഇവരെ വെച്ച് യൂസ് ചെയ്യുക എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. പൈസ ആയാലും ഇവരുടെ ഫെയിം ആയാലും ഇവരുടെ സിറ്റുവേഷൻസ് ആയാലും ഇവരുടെ എനർജി ആയാലും ആൾക്കാർ ഊറ്റിയെടുക്കുന്ന ഇവരെ അറിയുന്നില്ല. കാരണം ഇവരെ ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് ഇവരിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. ഓക്കെ, അത് കാക്കയായും പൂച്ചയായും പട്ടിയായൊക്കെ വന്ന് കർമ്മ റിലേറ്റഡ് ആയിട്ട് എടുത്തുകൊണ്ട് പോകും. കുറേ അധികം പേർക്ക് കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലാണ് കാണാൻ പറ്റുന്നത്. കുറേ അധികം സിറ്റുവേഷനുള്ള ആൾക്കാർ എന്തിനൊക്കെയോ വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവർക്ക് വേണ്ട കാര്യങ്ങളൊന്നും അല്ല ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നുള്ള കാര്യം ഇവർക്കും ബോധമില്ല. എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, ആരെയൊക്കെ തോൽപ്പിക്കാൻ വേണ്ടി, ആരെയൊക്കെ ജയിക്കാൻ വേണ്ടി, ആരെയൊക്കെ എന്തൊക്കെയോ സിറ്റുവേഷനിൽ ഇതാക്കാൻ മാനിപ്പുലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ ഇവർ ചെയ്യുന്നുണ്ട്. സ്വന്തം ശരീരത്തിനെ വേദനിപ്പിക്കുക, അല്ലെങ്കിൽ സ്വന്തമായിട്ട് നശിച്ചു കൊണ്ടിരിക്കുക. അതായത് ഭയങ്കരമായിട്ട് ഇപ്പോൾ പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വാശിപ്പുറത്ത് കയറിയിട്ട് എന്തൊക്കെയോ ഇവനവന് വേണ്ടിയല്ല ഒരിക്കലും ഈ വ്യക്തികൾ ചെയ്യുന്നത്. നിങ്ങളുടെ സോള് പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. നിങ്ങൾ റിയലൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളെ കൂടെ ഞാൻ നിൽക്കുക. നിങ്ങളിങ്ങനെ കഷ്ടപ്പെടുത്തുന്ന എന്താണ്, നിങ്ങൾക്ക് ഒരു ജസ്റ്റിസ് വേണം എന്നുള്ളത് ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങളിരിക്കുന്നൊരു സിറ്റുവേഷൻ നിങ്ങളെ മണ്ടരാക്കിക്കൊണ്ടിരിക്കുന്ന കുറേയധികം സിറ്റുവേഷൻസിൽ എനിക്ക് കാണാൻ പറ്റും. കുറേയധികം ആൾക്കാർ നിങ്ങളുടെ ഈ ഒരു ടൈമിൽ നിങ്ങളെ കൂടെ നിന്നിട്ട് കുറേയധികം സിറ്റുവേഷനിൽ ഡൗൺ ആക്കുന്നൊരു സിറ്റുവേഷൻ കാണാൻ പറ്റുന്നുണ്ട്. കുറേയധികം സിറ്റുവേഷനിൽ നിങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. പക്ഷേ നിങ്ങൾ റിയലൈസ് ചെയ്യുക, ഞാൻ പറഞ്ഞില്ലേ, മെയിൻലി ഒരു സംഭവം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സോളിനെ മനസ്സിലാക്കി, നിങ്ങളുടെ സിറ്റുവേഷൻ മനസ്സിലാക്കി നിങ്ങളായിട്ട് നിൽക്കുന്ന സമയത്ത് മാത്രമേ നിങ്ങൾക്കൊരു വിജയം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളെ കൂടുതലും മുറുകെ പിടിക്കുന്ന സമയത്ത് മാത്രമേ നിങ്ങൾക്കൊരു ഇതുണ്ടാവുള്ളൂ. കാരണം എല്ലാം നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞ് നമുക്ക് അങ്ങനെ കളയാൻ പറ്റത്തില്ല. ഈ നെഗറ്റീവ് ഉണ്ടെങ്കിൽ മാത്രമേ പോസിറ്റീവ് ഉള്ളൂ. അതായത് രാത്രി ഉണ്ടെങ്കിൽ മാത്രമേ പകലുള്ളൂ. രാത്രിയാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സുഖം ലഭിക്കുന്നത്. രാത്രി നിങ്ങൾക്ക് സുഖമായിട്ടാണ് ഉറങ്ങാൻ പറ്റും. ഈ രാവിലെ നിങ്ങൾ കഷ്ടപ്പാടാണ് എന്നും പറഞ്ഞുകൊണ്ട് നെഗറ്റിവിറ്റി രാത്രി എന്ന് പറഞ്ഞാൽ നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. അപ്പം നെഗറ്റീവും പോസിറ്റീവും രണ്ട് ഇരട്ട സുഹൃത്തുക്കളാണ്. അപ്പം അത് നിങ്ങളുടെ ഒരു മെൻറ്റാലിറ്റി ആണെങ്കിലിരിക്കും ഈ പറയുന്ന നെഗറ്റീവും പോസിറ്റീവും. അപ്പം നെഗറ്റീവ് മൈൻഡ് കളഞ്ഞിട്ട് നിങ്ങളുടെ പോസിറ്റീവായിട്ടുള്ള കുറേയധികം ആൾക്കാരുടെ സോളിൻ്റെ എനിക്കൊരു സിറ്റുവേഷൻ കാണാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. കുറേയധികം ആൾക്കാരുടെ ഒരു ടൈം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടും ലിസൺ ചെയ്ത് ഒരു ക്യൂനാണ്, അല്ലെങ്കിൽ ഒരു രാജ്ഞിയായിട്ട് കാണാൻ പറ്റും. കുറേയധികം ആൾക്കാരുടെ ഈ ഒരു സമയത്ത് നിങ്ങൾ ആജ്ഞാപിക്കുന്നുണ്ടോ നിങ്ങളുടെ അടുത്ത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ആജ്ഞാപനം ഇഷ്ടമല്ല, നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ പൊക്കിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ ഒരു ജസ്റ്റിസ് വേണം എന്നുള്ളൊരു സിറ്റുവേഷനിൽ കുറേ അധികം ആൾക്കാരുടെ ടൈമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഒരു ജസ്റ്റിസ് വേണം, അല്ലെങ്കിൽ എനിക്ക് ഇതിന്ന് ഇറങ്ങാൻ ടൈമായി, അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ എന്ത് സിറ്റുവേഷനാണോ അല്ലെങ്കിൽ നിങ്ങളുടെ എന്ത് പാർട്ടാണോ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് നെഗറ്റീവായിട്ടുള്ള ആ ഒരു പാർട്ടിൽ നിന്ന് മേ ബി ഈ പറയുന്ന ഡ്രിങ്കിങ് ആയിരിക്കാം, അല്ലെങ്കിൽ ബാഡ് ഹാബിറ്റ്സ് ഉള്ളതായിരിക്കാം, ഒരു റിലേഷൻ ആയിരിക്കാം, ഫാമിലി ഇഷ്യൂസ് ആയിരിക്കാം. അപ്പം അങ്ങനെയുള്ള കാര്യത്തിൽ നിന്നൊക്കെ നിങ്ങൾ മാറാനുള്ള ടൈമായി. ഐ തിങ്ക് നിങ്ങൾ എവിടേക്കും ഒരു യാത്ര പോകാനുള്ളൊരു ചാൻസ് ഉള്ളതായിട്ട് കാണാൻ പറ്റും. കുറേ അധികം ആൾക്കാർ യാത്ര പോകാനുള്ള ആൾക്കാരായിട്ട് സിറ്റുവേഷനിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഐ തിങ്ക് കുറേ അധികം ആൾക്കാർ ഈ ഒരു ടൈമിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്, ബിസിനസ് പരമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. നിങ്ങളുടെ സോൾ നിങ്ങളുടെ അടുത്ത് ഈ ഒരു ടൈം പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ടേക്ക് ആക്ഷൻ എടുക്കുക എന്നാണ്. നിങ്ങൾക്ക് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വിലപ്പെട്ടത് എന്ന് പറയുന്നത് സമയമാണ്. ഓരോ മിനിറ്റിനും അതിൻ്റേതായൊരു വാല്യൂ ഉണ്ട്. ടൈം സിറ്റുവേഷൻസ് അനുസരിച്ച് എല്ലാം നടക്കുമെങ്കിൽ പോലും വിധിക്ക് പുറമേ നിങ്ങൾ കാര്യങ്ങൾ തീരുമാനിച്ചാൽ മാത്രമേ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് നടക്കൂ എന്നുള്ളതും പറയാമല്ലോ. ഓക്കെ, അപ്പം നിങ്ങളുടെ സോൾ എന്താണോ ആവശ്യപ്പെടുന്നത് അത് നിങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുക എന്നുള്ളതാണ് നിങ്ങളുടെ അടുത്ത് പറയുന്നത്. കാരണം നിങ്ങളുടെ സോൾ നിങ്ങളെ തന്നെ ശ്രവിക്കുന്ന സമയത്താണ് നിങ്ങളുടെ സോൾ നിങ്ങളുമായിട്ട് കൂടുതൽ അടുക്കൂ എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഇതാണ് ഇപ്പോഴത്തെ കുറച്ചധികം ആൾക്കാരുടെ സിറ്റുവേഷനിലായിട്ട് കാണാൻ പറ്റുന്നത്. നമുക്കൊന്നും കൂടെ നമുക്ക് നോക്കാം എന്താണ് ഫസ്റ്റ് പൈൽ ചൂസ് ചെയ്ത. ഓക്കെ, കുറേ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ഒരു ഡിവൈന് പറയാനുള്ള എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിവൈൻ നിങ്ങളുമായിട്ട് കണക്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഡിവൈൻ നിങ്ങളുമായിട്ട് സംവദിക്കാൻ അവർക്ക് താല്പര്യമുണ്ട് എന്നവർ അറിയിച്ചിട്ടുണ്ട് ആദ്യമേ. കാരണം ഈ ഡിവൈൻസിന് നിങ്ങളുമായിട്ട് പൊരുത്തപ്പെടാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങൾ ഏത് സിറ്റുവേഷൻ ഇരുന്നാലും നിങ്ങൾ സുഖമായിട്ട് ഇമ്പ്രൂവ് ആയിട്ട് കയറിപ്പോകും. അത് നിങ്ങളുടെ ഒരു കോൺഫിഡൻസ് ആണ്. ഈ ഫസ്റ്റ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാർ എന്ത് സിറ്റുവേഷൻസ് ആയാൽ തന്നെയും ഈ വ്യക്തികൾ സുഖമായിട്ട് അതിൽ നിന്ന് ഇവർ ഡിവൈൻ രക്ഷിക്കും, അല്ലെങ്കിൽ ഏതൊരു പവർ ഇവരുടെ കയ്യിൽ രക്ഷിക്കാൻ വേണ്ടി ഉണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസ് ഇവരുടെ കയ്യിലുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്.
നിങ്ങൾ റെഡിയായാൽ മാത്രമേ ഈ പറഞ്ഞ ഡിവൈൻസ് നിങ്ങൾക്ക് സക്സസ് തരൂ. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളായിട്ട് നിൽക്കുന്ന സമയത്ത്, നിങ്ങൾക്ക് നിങ്ങളായി നിങ്ങളെ മനസ്സിലാക്കുന്ന, നിങ്ങളുടെ മുറുകെ പിടിക്കുന്ന സമയത്ത് മാത്രമേ ഈ പറഞ്ഞ നിങ്ങളുടെ സക്സസ് നിങ്ങൾക്ക് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. മെഡിറ്റേഷൻ ബ്രിങ് ആൻസർ എന്ന് പറയുന്നത്, നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടി ഈ ഒരു ടൈമിൽ കുറച്ച് സമയം കണ്ടെത്തും. കാരണം നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ സമയം കണ്ടെത്തുന്നത് മെഡിറ്റേഷൻ ചെയ്യുമ്പോഴാണ്. അതാണ് മെഡിറ്റേഷൻ ബ്രിങ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടി ആകെ സമയം കണ്ടെത്തുന്നത്, ഒന്ന് നിങ്ങൾ കുളിക്കാൻ കയറുമ്പം അങ്ങനത്തുള്ള പരിപാടി ചെയ്യുമ്പം, 2 എന്ന് പറയുന്നത് ആഹാരം കഴിക്കുമ്പം, 3 എന്ന് പറയുമ്പോൾ മെഡിറ്റേഷൻ ചെയ്ത് ഇങ്ങനത്തുള്ള പരിപാടി ചെയ്യുമ്പോഴാണ്. അപ്പം നിങ്ങൾ അതും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ ഇതിന് പുറമേ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓക്കെ, നമുക്ക് സെക്കൻഡ് പൈലോട്ട് പോവാം. അടുത്ത സെക്കൻഡ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ അടുത്തോട്ടാണ് പോകുന്നത്. സെക്കൻഡ് പൈൽ. ഓക്കെ, അടുത്ത രണ്ടാമത്തെ പൈൽ, അതായത് ഈ ഒരു പൈൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിങ്ങാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ഒരു പൈൽ സെലക്ട് ചെയ്ത ആൾക്കാർ. ഓക്കെ, രണ്ടാമത്തെ പൈൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിങ്ങാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഐ തിങ്ക് രണ്ടാമത്തെ പൈൽ സീനാണ്. രണ്ടാമത്തെ പൈൽ നിങ്ങളുടെ സോളിന് നിങ്ങളുടെ അടുത്ത് എന്താണ് പറയാനുള്ളത്? രണ്ടാമത്തെ പൈൽ നിങ്ങളുടെ സോളിന് നിങ്ങൾ എന്താണ് പറയുന്നത്? ഐ തിങ്ക് നിങ്ങളുടെ സോള്, ഓക്കെ, ഓക്കെ, ഇത് കുറച്ചധികം എനർജി മാറി കേട്ടോ, അത് നോക്കണം. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ പൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ എനർജി ഇവിടെ അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട്. ഫസ്റ്റ് പൈൽ ചൂസ് ചെയ്ത എനർജിനേക്കാളും കുറച്ച് വൈബ്രൻ്റ് ആയിട്ട് നിൽക്കുന്നൊരു എനർജി ആയിട്ടാണ് കാണാൻ പറ്റുന്ന സെക്കൻഡ് പൈൽ. ഓക്കെ, സെക്കൻഡ് പൈൽ ചൂസ് ചെയ്ത വ്യക്തികളുടെ കുറേ അധികം ആൾക്കാരുടെ സിറ്റുവേഷൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ ഫസ്റ്റ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാരെ പോലെ തന്നെ നിങ്ങൾക്ക് കുറേ അധികം ആൾക്കാരുടെ സിറ്റുവേഷനാണ്. കുറേ അധികം ആൾക്കാരുടെ സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇവർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ കയ്യിലൊരു പവറുണ്ട്. ഇനി ഇവരുടെ സോള് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ളൊരു, നിങ്ങൾക്കൊരു യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാം. ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു നിങ്ങളുടെ ഒരു സോളിനെ വെച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്ത് നിങ്ങൾക്ക് എന്തും നേടാൻ പറ്റും. കാരണം അത്രയും പവർഫുള്ളാണ് നിങ്ങളുടെ സോൾ. കാരണം നിങ്ങൾ ഒന്നും തന്നെ ചെയ്യണ്ട, നിങ്ങളുടെ സോൾ നിങ്ങൾക്ക് എല്ലാം ചെയ്ത് തരും. എങ്കിൽ പോലും, കാരണം പാസ്റ്റ് ലൈഫ് കണക്ഷൻ കുറേ അധികം സിറ്റുവേഷൻ ഉണ്ട്, കാർമിക് റിലേഷൻ കുറേ അധികം സിറ്റുവേഷൻസ് ഉണ്ട്, റിലേഷൻ ബേസിൽ കുറേ അധികം. നിങ്ങളുടെ കയ്യിലിരിക്കുന്നൊരു സാധനത്തിനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ടോട്ടലി ഫ്ലോപ്പാണ്. അത്രയും പവറുള്ളൊരു സാധനം ഞാൻ പറഞ്ഞില്ല. ഈ പറയുന്ന നിങ്ങളൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത്, നിങ്ങളൊരു പൂർണ്ണചന്ദ്രനെ പോലെയാണ്. ആദ്യം ഈ പറഞ്ഞ ചന്ദ്രനായി വലുതായി ഈ പൂർണ്ണചന്ദ്രനാവുന്ന സമയത്ത് നിങ്ങൾ കൊട്ടി ആഘോഷിച്ച് ലോകം മൊത്തവും അറിയിക്കും. മനസ്സിലായി? നിങ്ങളുടെ വിജയം നിങ്ങൾ അറിയിക്കും. അത് കറക്റ്റ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ആ ഒരു ടൈം നിങ്ങൾ അതെന്ന് പറയുന്നത് നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ സോളിനെ നിങ്ങൾ മുറുകെ പിടിച്ചാൽ മാത്രം മതി. നിങ്ങളുടെ സോളിന് എല്ലാവരുടെ സോളിനും എല്ലാ വാല്യൂ ഉണ്ട്. എങ്കിൽ പോലും സെക്കൻഡ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയതുകൊണ്ട് കുറേ ഡിവൈൻസ് പ്ലാൻസ് ഉണ്ട്. സ്പിരിച്വാലിറ്റി ഏജ്ഡ് ആയിട്ടുള്ള, പുതിയ സ്പിരിച്വാലിറ്റി, പഴയ സ്പിരിച്വാലിറ്റിയിലുള്ള കണക്ഷൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് എങ്ങനെ യൂസ് ചെയ്യണം, എങ്ങനെ എടുത്ത് കളിക്കണം, എങ്ങനെ ഇത് സിറ്റുവേഷൻ മറിക്കണം എന്നറിഞ്ഞുകൂടാത്ത കുറേയധികം ആൾക്കാരുള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഐ തിങ്ക് സെക്കൻഡ് പൈൽ ചൂസ് ചെയ്ത കുറേ അധികം ആൾക്കാർ ഒരു ബ്ലാക്ക് മാജിക് എഫക്റ്റ് കുറച്ചധികം ആൾക്കാരിൽ കാണുന്നുണ്ട്. ഒരു നെഗറ്റീവ് എനർജി സിറ്റുവേഷൻ കാണാൻ പറ്റുന്നുണ്ട്. സെക്സിനോട് കൂടുതൽ, സെക്സ് പരമായിട്ടുള്ള സംഭവങ്ങളോട് കൂടുതലും അടുപ്പമുള്ളത്, അല്ലെങ്കിൽ റിലേഷൻ പരമായിട്ടുള്ള സിറ്റുവേഷനിൽ അതിൽ കാമശക്തി കൂടുതലുള്ള വ്യക്തികളായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. കാമം നിറഞ്ഞു നിൽക്കുന്ന, കാമം തുളുമ്പി നിൽക്കുന്ന കുറേ അധികം വ്യക്തികൾ. നിങ്ങൾക്കിത് എവിടെ കൊണ്ട് കളയണം, അല്ലെങ്കിൽ നിങ്ങൾക്കിത് എന്ത് ചെയ്യണം അറിഞ്ഞൂടാത്ത കുറേ സിറ്റുവേഷനിൽ പെട്ട് നിൽക്കുന്ന കുറേ അധികം വ്യക്തികൾ എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. റിലേഷനിൽ നിൽക്കുന്ന, കാമപരമായിട്ടുള്ള, സെക്സ് പരമായിട്ടുള്ള റിലേഷനിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. കുറേ അധികം ആൾക്കാരുടെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഞാൻ പറഞ്ഞില്ലേ, മെയിൻലി ഇത് സംഭവം എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നിങ്ങളെ യൂസ് ചെയ്യാൻ അറിയത്തില്ല എന്നുള്ളതാണ് മെയിൻലി സത്യം. നിങ്ങളത് എങ്ങനെയെങ്കിലും ഒന്ന് പഠിച്ചെടുക്കുക, അല്ലെങ്കിൽ നിങ്ങളത് എങ്ങനെയെങ്കിലും ഒന്ന് മനസ്സിലാക്കുക, നിങ്ങളുടെ സോളിനെ നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് കണക്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. കാരണം ഇതൊരു അൾട്ടിമേറ്റ് പവറാണ്. നിങ്ങളുടെ കയ്യിലിരിക്കുന്നൊരു പവർ എന്ന് പറയുന്നത് ആ ഒരു സംഭവത്തിനെ നിങ്ങൾ മനസ്സിലാക്കി യൂസ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ലോകത്ത് 100 വർഷമുള്ളതിൽ ഒരു 60 വർഷം ഉണ്ടെന്നുണ്ടെങ്കിൽ 60 വർഷം നിങ്ങൾക്ക് അടിച്ചു പൊളിച്ച് ഭയങ്കര മാനസികപരമായിട്ട് സന്തോഷത്തിൽ നിങ്ങൾക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, ഇതാണ് സെക്കൻഡ് പൈലിനകത്ത് നിങ്ങളെ സോൾ തന്നെ പറയുന്നതായിട്ട് നിങ്ങൾ കൂട്ടിക്കുക. കാരണം നിങ്ങൾ സോള് കുറേ അധികം സോള് ഇവിടെ ഭയങ്കര പ്രസൻസ് ഇവിടെ കിട്ടുന്നുണ്ട്. എനിക്ക് സെക്കൻഡ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ സോൾസിൻ്റെ പറയട്ടെ. നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആൾക്കാർക്ക് വേണ്ടി എന്തും ചെയ്തു കൊടുക്കും, ഒരു മടിയുമില്ല. ആൾക്കാർക്ക് വേണ്ടി എന്തും ചെയ്തു കൊടുക്കുക. നിങ്ങൾ നശിച്ചു കഴിഞ്ഞാലും ബാക്കിയുള്ളവർ രക്ഷപ്പെട്ടാൽ മതി എന്ന് പറയുന്ന കുറേയധികം സിറ്റുവേഷനിലുള്ള ആൾക്കാരാണ് ഈ പറയുക. കാരണം നിങ്ങൾ വന്നിരിക്കുന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുന്നില്ല, നിങ്ങൾ വന്നിരിക്കുന്ന സിറ്റുവേഷൻ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. കാലചക്രം മാറി കറങ്ങുന്നതിനോടൊപ്പം നിങ്ങളുടെ ജന്മം ഇവിടെ ഉടലെടുത്തതാണ് എന്നുള്ള കാര്യം പറഞ്ഞേക്കാം. കാർമിക്കായിട്ടുള്ള കുറേയധികം റിലേഷൻഷിപ്പും കാർമിക്കായിട്ടുള്ള കുറേയധികം പ്രശ്നങ്ങളും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ പോലും ഈ ഒരു സമയം അല്ലെങ്കിൽ നിങ്ങളെ വധിക്കാൻ ആർക്കും പറ്റത്തില്ല എന്നുള്ള കാര്യം ഡിവൈനായിട്ട് തന്നെ ഇതിൻ്റെ അകത്ത് പറഞ്ഞുകൊണ്ട്, നിങ്ങൾക്ക് വേണ്ടിയുള്ള സെക്സ്, നിങ്ങൾക്ക് വേണ്ടിയുള്ള റിലേഷൻഷിപ്പ് ഓൾറെഡി ക്രിയേറ്റഡ് ആയതുകൊണ്ട് തന്നെ എല്ലാം ഡിവൈൻ്റെ കൺട്രോളിലായിരിക്കും. നിങ്ങൾ തമ്മിൽ പിരിയുന്നതും നിങ്ങൾ തമ്മിൽ അടുക്കുന്നതും ഡിവൈൻ കണക്ഷൻ ആയിരിക്കും. കുറേയധികം സിറ്റുവേഷനിലുള്ള ആൾക്കാർക്ക് ഇനി എന്ത് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങോട്ട് പോകണം, എന്താണ് ഞാൻ ചെയ്യേണ്ടത്, ബാക്കിയുള്ളവരൊക്കെ രക്ഷപ്പെട്ടു, ബാക്കിയുള്ളവർക്ക് നിലയിലെത്തി, അല്ലെങ്കിൽ ഞാൻ ഇനി എന്ത് ചെയ്യണം എന്നറിഞ്ഞൂടാത്തൊരു സിറ്റുവേഷനിൽ നിൽക്കുന്ന കുറേയധികം ആൾക്കാരാണെങ്കിൽ പെറ്റ്സൺ ട്രേഡിംഗ് എടുക്കാവുന്നതാണ്, നമുക്ക് നോക്കിയെടുക്കാം. ഓക്കെ, കുറേയധികം ആൾക്കാരുടെ സിറ്റുവേഷൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സ്ഥലത്ത് നിന്ന് കുറേയധികം പ്രശ്നങ്ങളും കുറേയധികം സിറ്റുവേഷനും കുറേയധികം ഡാർക്ക് നൈറ്റും അതേ കണക്ക് തന്നെ കുറേയധികം എന്താ പറയുക കുത്തി നോയിപ്പിക്കലും എല്ലാം വീട്ടിൽ നിന്നും അവിടെ നിന്നുമൊക്കെ കുത്തി നോയിപ്പിക്കൽ കിട്ടി എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അവിടെ നിന്നും പോകാനുള്ളൊരു ടൈമായി, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എങ്ങോട്ടോ സഞ്ചരിക്കാനുള്ളൊരു സമയമായി, അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസ്, നിങ്ങളിപ്പോൾ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പം ഓഫീസിൽ ഭയങ്കരമായിട്ടുള്ള നിങ്ങളെ കുറ്റപ്പെടുത്തുക, നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുക, നിങ്ങളെ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുക, നിങ്ങളെ ഭയങ്കരമായിട്ടും വലിച്ച് കീറിയെടുക്കുക എന്നുള്ളൊരു സിറ്റുവേഷൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത ടൈമിലോട്ട് ഒരു യാത്ര പോകാൻ സമയമായി എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. അതിനുശേഷം നിങ്ങളുടെ ഒരു പറയുന്നത് എന്താ വെച്ചാൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പവർ എന്ന് പറയുന്നത് നിങ്ങൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളതിനെ മാനിപ്പുലേറ്റ് ചെയ്യാണ്ടിരിക്കുക, നിങ്ങളതിനെ നശിപ്പിക്കാണ്ടിരിക്കുക, നിങ്ങളതിനെ മാക്സിമം യൂസ് ചെയ്യാൻ വേണ്ടി പഠിക്കുക എന്നുള്ളതാണ് എനിക്കിവിടെ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. മെയിൻലി നിങ്ങളുടെ സോൾ നിങ്ങളുടെ അടുത്ത് പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, പ്ലീസ് അണ്ടർസ്റ്റാൻഡ് മീ. അയാളെ മനസ്സിലാക്കൂ, അയാളെ മനസ്സിലാക്കൂ എന്നുള്ളതാണ് പറയുന്നത്. ഇതിന് മേളിലൊന്നും നിങ്ങളുടെ സോൾ ഒന്നും പറയുന്നില്ല, നിങ്ങളുടെ സിറ്റുവേഷൻസ് ഒന്നും പറയുന്നില്ല. ഇതാണ് നിങ്ങളുടെ സോൾ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് മറ്റേ കാർഡും കൂടെ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം. അധികം നോക്കി വെറുപ്പിക്കുന്നില്ല ഞാൻ, ഇതിന് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറയാം. നമ്മൾ ജസ്റ്റ് ഉള്ള കാര്യങ്ങൾ മാത്രം പറയുക. ഓക്കെ, ഐ തിങ്ക് കാർമിക്കായിട്ടുള്ള സിറ്റുവേഷൻസ് നിങ്ങളെ നോക്കാൻ ഡിവൈൻസും കാര്യങ്ങളും എല്ലാം ഉണ്ട് സത്യം പറഞ്ഞാൽ. ഓക്കെ, അപ്പം നിങ്ങളെ നോക്കാൻ ഈ പറയുന്ന ഡിവൈൻസ് ഉണ്ട്. നിങ്ങൾക്ക് നെഗറ്റീവൊന്നും വലിയ രീതിക്ക് അടുക്കത്തൊന്നുമില്ല. നെഗറ്റീവൊക്കെ നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി വരുന്ന നെഗറ്റീവ്സുകളാണ്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നെഗറ്റീവും പോസിറ്റീവും നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയാണ് വരുന്നത്. നെഗറ്റീവ് ഉണ്ടെങ്കിൽ പോസിറ്റീവ് ഉള്ളു. ഓക്കെ, അതായത് രാത്രി ഉണ്ടെങ്കിൽ പകലും ഉള്ളു എന്നുള്ള സിറ്റുവേഷൻസ്. ഓക്കെ, അപ്പം ഈ പറഞ്ഞ നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കുറേ അധികം അദൃശ്യ ശക്തികൾ ഉള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ ക്ഷമയോടെ ഇരിക്കുക, നിങ്ങളുടെ ടൈം വരുന്ന സമയത്ത് ഇറ്റ്സ് അപ് ടു യു, എല്ലാം നിങ്ങളിലേക്ക് വന്നെത്തും എന്നാണ് പറയുന്നത്. നമ്മുടെ ക്ഷമയോടെ ഇരിക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ടൈം വേസ്റ്റ് ആക്കാൻ എന്നല്ല പറയുന്നത്. സമയം ഭയങ്കര വിലപ്പെട്ടാണ്. ഓരോ മിനിറ്റും ഓരോ സെക്കൻഡും ഭയങ്കര വിലപ്പെട്ട. അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക, സമയമാവുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാം ലഭിക്കും എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ എടുക്കണം. ഇതിന് പുറമെ ആർക്കെങ്കിലും പേഴ്സണലായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ബൈ, ടാറ്റ.